ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്, പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക്. നമ്മളതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് യൂണിറ്റ് 5 ആണ്, ദ മെലഡി ഓഫ് റെയിൻ. മെലഡി ഓഫ് റെയിനിലെ മൊത്തത്തിലുള്ള ചാപ്റ്ററിൻ്റെ മലയാളം മീനിങ്സ്, എക്സ്പ്ലനേഷൻ, അതിൽ വരുന്ന ചോദ്യോത്തരങ്ങൾ എല്ലാം നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലെ ആക്ടിവിറ്റീസ് ആണ്. ഫുൾ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. യൂണിറ്റ് 5 ദ മെലഡി ഓഫ് റെയിൻ. ഫുൾ ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. വിതൗട്ട് റെയിൻ ദർ വുഡ് ബി നോ ലൈഫ്. മഴയില്ലെങ്കിൽ ജീവനില്ല അല്ലേ? ആദ്യ ആക്ടിവിറ്റി 1. A grand adventure awaits you. The thunder rumbled. The raindrops are ready to leave. What would be their thoughts at that time? അപ്പോൾ ഒരു വലിയൊരു അഡ്വഞ്ചർ നിങ്ങളെ കാത്തിരിക്കുന്നു. ആ ഇടി ആണ് തണ്ടർ പറഞ്ഞ ഇടിമുഴക്കം പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ റെയിൻഡ്രോപ്സ് മഴത്തുള്ളികൾ പോവാൻ റെഡി ആവുകയാണ്. അപ്പോൾ അവരുടെ തോട്ട്, ആ സമയത്ത് അവരുടെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും നമുക്ക് നോക്കിയാലോ. 2 ലൈൻ അവർ തന്നിട്ടുണ്ട്. ഐ ഫെൽറ്റ് സോ എക്സൈറ്റഡ്. ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ് ദ ക്ലൗഡ് ബിഫോർ. I wondered where I would go and what I would see. I don't know what was happening and why we were being pushed out. എന്താണ് അവരുടെ തോട്ട്? I wondered where I would go. ഞാൻ എവിടെയാണ് പോകാൻ പോണതിനെ കുറിച്ച് ഞാൻ വണ്ടർ ചെയ്തു, അത്ഭുതപ്പെടുകയാണ്. ആൻഡ് വാട്ട് ഐ വുഡ് സീ, എന്തൊക്കെയായിരിക്കും ഞാൻ കാണാൻ പോകുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് വാസ് ഹാപ്പനിങ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലായില്ല. ആൻഡ് വൈ വി വേർ ബീങ് പുഷ്ഡ് ഔട്ട്, എന്തിനാണ് ഞങ്ങളെ പുറത്തേക്ക് പുഷ് ഔട്ട് ചെയ്യണതെന്നും മനസ്സിലായില്ല. എവറിത്തിങ് ഫെൽറ്റ് ന്യൂ ആൻഡ് സർപ്രൈസിങ്, എല്ലാം എനിക്ക് പുതിയതായിട്ടും സർപ്രൈസിങ് ആയിട്ടും തോന്നി. ഐ വാസ് എ ലിറ്റിൽ സ്കേർഡ്, ഞാനൊരു ചെറുതായിട്ട് ഭയപ്പെട്ടു. ബട്ട് ദ അഡ്വെഞ്ചർ സൗണ്ടഡ് ഫൺ, പക്ഷേ ആ അഡ്വെഞ്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ തോട്ട് അബൌട്ട് ഫോളിങ് ടു ദ എർത്ത്, ഭൂമിയിലേക്ക് വീഴുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. ടച്ചിങ് ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, ട്രീസിനെയും ഫ്ലവേഴ്സിനെയും തൊടുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. ആൻഡ് കൂളിംഗ് ദ എർത്ത്. ഐ വാസ് റെഡി ഫോർ മൈ ഗ്രേറ്റ് അഡ്വെഞ്ചർ, അങ്ങനെ ഞാൻ എൻ്റെ പുതിയ അഡ്വെഞ്ചറിന് റെഡിയായി. അടുത്ത ആക്ടിവിറ്റി 2 ആണ്. ഡൗൺ ആൻഡ് ഡൗൺ വി വർ ഫോളിംഗ് ടുഗെദർ. വി ലോഫ്ഡ് ആൻഡ് ഷൗട്ടഡ്. ഓ വാട്ട് ഫൺ. ദ റെയിൻ ഡ്രോപ്സ് സോ ബ്യൂട്ടിഫുൾ സൈറ്റ്സ് ഫ്രം എബവ്. ഡിസ്ക്രൈബ് ദ സീൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പിക്ചർ. അപ്പോൾ ഈ പിക്ചറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് തന്നിരിക്കുന്നത് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. നമുക്ക് നോക്കാം. ദ റെയിൻ ഡ്രോപ്സ് സോ എ ഹ്യൂജ് ഫീൽഡ് ബിലോ. താഴെ വലിയൊരു പാടം കാണുന്നുണ്ട്, ഫീൽഡ് കാണുന്നു, മഴത്തുള്ളി. ദ ഫാമർ വാസ് സ്റ്റാൻഡിങ് ഇൻ ദ ഫീൽഡ്. ഒരു കൃഷിക്കാരൻ, ഒരു കർഷകൻ ആ പാടത്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്കൈ വിത്ത് ഹോപ്പ്. അപ്പോൾ ആകാശത്തേക്ക് നോക്കിയിട്ട് പ്രതീക്ഷയോടെ നോക്കി നിൽക്കുകയാണ് അല്ലേ, ഇപ്പം മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട്. ദ ക്രോപ്സ് ലുക്ക്ഡ് ഡ്രൈ ആൻഡ് വർ വെയിറ്റിംഗ് ഫോർ റെയിൻ. അപ്പോൾ അയാൾ കൃഷി ചെയ്യുന്ന ക്രോപ്പുകളൊക്കെ എന്താണ്, ഉണങ്ങിയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ മഴയ്ക്ക് വേണ്ടി അവർ കാത്ത് നിൽക്കുകയാണ് അല്ലേ. ദ ചിൽഡ്രൻ വർ ഹാപ്പി ആൻഡ് സ്മൈലിംഗ് ആസ് ദേ എൻജോയ്ഡ് ദ റെയിൻ. കുട്ടികളെല്ലാം വളരെ ഹാപ്പിയാണ്, ആ മഴയെ അവർ ആസ്വദിക്കുന്നുണ്ട്. ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ലുക്ക്ഡ് ഫ്രഷ് ആൻഡ് ഗ്രീൻ. അപ്പോൾ ട്രീസും പ്ലാന്റ്സും ഒക്കെ ഫ്രഷ് ആൻഡ് ഗ്രീൻ ആയിട്ട് തന്നെയാണ് കാണുന്നത് മഴ പെയ്യുമ്പോൾ കേട്ടോ. എവറിത്തിങ് ബിലോ ലുക്ക്ഡ് ബ്യൂട്ടിഫുൾ ആസ് ദ റെയിൻ ഡ്രോപ്സ് ഫെൽ ടുഗെദർ. മഴത്തുള്ളികൾ താഴെ വന്ന് പതിച്ചപ്പോൾ എല്ലാം കൂടുതൽ ഭംഗിയുള്ളതായിട്ട് അനുഭവപ്പെടുകയാണ്. Activity 3. The raindrop landed on the cat with a soft splat. The cat shook its fur angrily. അപ്പം നമ്മൾ ചാപ്റ്റർ നോക്കിയപ്പോൾ പറഞ്ഞിരുന്നു, മഴത്തുള്ളി ആദ്യം പോയി വീണത് ഒരു പൂച്ചയുടെ മേലെയാണ് അല്ലേ. പൂച്ച ദേഷ്യം കൊണ്ട് അതിൻ്റെ രോമങ്ങൾ ഇങ്ങനെ കൊടയുമ്പോൾ ഈ മഴത്തുള്ളി നേരെ പോയൊരു മണ്ണിലേക്കാണ് വീഴുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. സോ ഇവിടെ റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ റെയിൻ ഡ്രോപ്പ് ആൻഡ് ദ ക്യാറ്റ് ആണ്. മഴത്തുള്ളിയും ആ പൂച്ചയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് എഴുതേണ്ടത്. അപ്പം നോക്കാം അവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്നത്. ക്യാറ്റ്, ഹായ്, ഹു ആർ യു. ഹായ്, നീ ആരാണ്. അപ്പം റെയിൻ ഡ്രോപ്പ്, ഐ എം എ റെയിൻ ഡ്രോപ്പ്, ഞാനൊരു മഴത്തുള്ളിയാണ്. ക്യാറ്റ്, അപ്പോൾ ക്യാറ്റ് എന്താ പറയുക, വൈ ഡിഡ് യു ഫോൾ ഓൺ മീ ആൻഡ് മേക്ക് മീ വെറ്റ്. എന്തിനാ നീ എൻ്റെ മേലെ വന്ന് വീണത്, എന്നെ നനച്ചത്. ക്യാറ്റ് ചോദിക്കുക കേട്ടോ ദേഷ്യം കൊണ്ട്. റെയിൻ ഡ്രോപ്പ്,
ഐ എം സോറി, ഐ ഡിഡ് നോട്ട് മീൻ ടു ട്രബിൾ യു. സോറി, എന്നോട് ക്ഷമിക്കണം, നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പൊ ക്യാറ്റ് എന്താ പറയാ? ഐ ഡോണ്ട് ലൈക്ക് ഗെറ്റിംഗ് വെറ്റ്. ഓ, എനിക്ക് നനയുന്നത് ഇഷ്ടമല്ല. റെയിൻ ഡ്രോപ്പ്. പ്ലീസ് ഡോണ്ട് ബി ആംഗ്രി, ഐ ഹെൽപ്പ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലീസ് ദേഷ്യപ്പെടരുത്, ഞാൻ ചെടികളെയും ആനിമൽസിനെയും സഹായിക്കുകയാണ് ചെയ്തത്. അപ്പൊ ക്യാറ്റ് എന്താ പറയാ? ഓൾ റൈറ്റ്, ഗോ നൗ. ശരി, പൊയ്ക്കോ ഇപ്പോ പറയും റെയിൻ ഡ്രോപ്പ്. താങ്ക് യു, ഗുഡ് ബൈ. ഓക്കെ, താങ്ക് യു, ടാറ്റാ പറയാണ് കേട്ടോ. ഇനാക്ട് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ക്യാറ്റ് ആൻഡ് ദ റെയിൻ ഡ്രോപ്പ് ഇൻ ദ ക്ലാസ്. ഇത് നിങ്ങളോട് ക്ലാസ്സിൽ അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് ചെയ്യുക. അടുത്തത് ആക്ടിവിറ്റി 4. വാട്ടർ ഈസ് വെരി പ്രഷ്യസ്, ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കൺസേർവ് ഇറ്റ്. അപ്പോൾ വെള്ളം വളരെ അമൂല്യമാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ് അതിനെ സംരക്ഷിക്കുക എന്നത്. ഈ സാമ്പിൾ സ്ലോഗൻ ഇസ് ഗിവൺ ബിലോ ഫോർ കൺസേർവിംഗ് വാട്ടർ. വെള്ളത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സാമ്പിൾ സ്ലോഗൻ താഴെ തന്നിട്ടുണ്ട്. റൈറ്റ് സിമിലർ സ്ലോഗൻസ്, അതുപോലെയുള്ള സ്ലോഗൻസ് എഴുതുക. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ, എവറി ഡ്രോപ്പ് ഈസ് പ്രഷ്യസ്, ഓരോ തുള്ളിയും അമൂല്യമാണ്. സേവ് വാട്ടർ, സേവ് ലൈഫ്, അപ്പോൾ ജലം സംരക്ഷിക്കുക, ജീവൻ സംരക്ഷിക്കുക. വാട്ടർ ഇസ് ലൈഫ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്, വെള്ളമാണ് ജീവൻ, അത് നശിപ്പിക്കാതിരിക്കുക, വേസ്റ്റ് ചെയ്യരുത്. എവറി ഡ്രോപ്പ് കൗണ്ട്സ്. നോ വാട്ടർ, നോ ലൈഫ്. കൺസേർവ് വാട്ടർ, കൺസേർവ് നേച്ചർ. സേവ് വാട്ടർ ടുഡേ ഫോർ എ ബെറ്റർ ടുമോറോ. അപ്പോൾ ഇത് കണ്ടല്ലോ. ആക്ടിവിറ്റി 4 എല്ലാവരും നോട്ട് ചെയ്യുക കേട്ടോ. ആക്ടിവിറ്റി 5. സഡൻലി ഐ ഹേർഡ് എ ലൗഡ് ബൂം. ദ വേർഡ് ബൂം ഈസ് എ വേർഡ് റെപ്രസെൻറ്റിംഗ് സൗണ്ട്. അപ്പോൾ ഇവിടെ ബൂം എന്നുള്ള സൗണ്ട് നമ്മളൊരു റെപ്രസെൻറ്റ് ചെയ്യേണ്ട എന്തോ ഒരു കാര്യത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ശബ്ദമാണ്. ക്യാൻ യു ഫൈൻഡ് അതർ സിമിലർ വേർഡ്സ് ഫ്രം ദ സ്റ്റോറി? അപ്പോൾ ആ സ്റ്റോറിയിൽ നിന്ന് അതുപോലെയുള്ള വേറെ സൗണ്ടുകൾ എടുത്തിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം വി എന്ന് പറയുന്ന ഒരു സൗണ്ട്, വി എന്നൊരു സൗണ്ട് ഉണ്ട്. സ്പ്ലാറ്റ്, സ്പ്ലാഷ്, റംപിൾ. ഓക്കെ, വി, സ്പ്ലാറ്റ്, സ്പ്ലാഷ്, റംപിൾ. അടുത്തത് ആക്ടിവിറ്റി 6 ആണ്. ലുക്ക് അറ്റ് ദ അണ്ടർലൈൻ വേർഡ്സ്. ദ ഫ്ലവേഴ്സ് വേവ്ഡ് ജെന്റ്ലി, ദ ബേർഡ്സ് ഫ്ലട്ടേർഡ് ഇൻ സെർച്ച് ഓഫ് ദെയർ നെസ്റ്റ്. ദ അണ്ടർലൈൻ വേർഡ്സ് ഷോ പാസ്റ്റ് ആക്ഷൻ. അപ്പോൾ ഈ വേവ്ഡ്, ഫ്ലട്ടേർഡ് ഇതെല്ലാം ഈ ഇ ഡി വരുന്ന കണ്ടോ, ഇതെല്ലാം പാസ്റ്റിലാണ് കേട്ടോ. കഴിഞ്ഞുപോയ ഒരു കാര്യത്തിനെ കാണിക്കാനാണ് ഈ ഡി ഉപയോഗിക്കുക. അപ്പോൾ അതേപോലെയുള്ളതാണ് നമുക്കിത് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. നമുക്ക് വായിക്കാം. ദീപു ലവ്സ് ടു പ്ലേ ഫുട്ബോൾ. യെസ്റ്റർഡേ ഹി. പ്ലേ എന്തായിട്ട് മാറും? പ്ലേഡ്. ഓക്കെ, അപ്പോൾ പ്ലേ എന്തായിട്ട് മാറണം? ഇവിടെ പ്ലേഡ് ആവും കേട്ടോ. ഇത് താഴെ എഴുതി കാണിക്കുന്നുണ്ട്. played football with his friends in the school playground. He jumped എന്താവും? jumped. He jumped high and kick എന്താവും? kicked ആക്കുക കേട്ടോ. ഇ ചേർത്ത് kicked the ball roll എന്താക്കുക? rolled ആക്കുക directly into the goal post. Everyone എന്താക്കുക? congratulated him. When it was time to go, he എന്താവും? he walked ആക്കുക കേട്ടോ. walked back home. അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ ഇ ഡി ചേർത്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തത് ആക്ടിവിറ്റി 7 ആണ്. ദ 6 പിക്ചേഴ്സ് ഫ്രം ദ സ്റ്റോറി ഗിവൺ ബിലോ. ഒരു 6 പിക്ചർ തന്നിട്ടുണ്ട്. നമ്മൾ ഓരോ ചിത്രത്തിനെയും ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം കറക്റ്റ് ആക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ബോക്സിലെ ചിത്രം ഞാൻ പറയാം, അത് അവർ തന്നിട്ടുണ്ട്, നമുക്കത് വായിക്കാം. The river looked like a silver thread. The fields and gardens were like a green carpet. അപ്പോൾ നദികൾ ഒരു വെള്ളി നൂല് പോലെ കാണപ്പെട്ടു. അതേപോലെ ഫീൽഡുകൾ, പാടങ്ങളും പൂന്തോട്ടങ്ങളും ഒരു ഗ്രീൻ കാർപ്പറ്റ്, ഒരു പച്ച പരവതാനി പോലെ കാണപ്പെട്ടു. രണ്ടാമത്തെ ചിത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The sun began to set. അതായത് സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. The sky turned orange in color. അപ്പോൾ അന്തരീക്ഷം, ആകാശം ഓറഞ്ച് കളറായി. The leaves of the paddy rustled gently in the breeze. അപ്പോൾ കാറ്റത്ത് ഈ പാഡി, നെല്ലിൻ്റെ ആ ചെടികൾ ഇങ്ങനെ ഒരസണ സൗണ്ടാണ് റസിൽഡ് സൗണ്ട് കേട്ടോ. മൂന്നാമത്തെ ചിത്രം, ചിൽഡ്രൻ ലുക്ക്ഡ് അപ്പ് ആൻഡ് ഷൗട്ടഡ് റെയിൻബോ റെയിൻബോ. കുട്ടികൾ മേലെ നോക്കിയിട്ട് അലറി വിളിച്ചു മഴവില്ല് മഴവില്ലെന്ന്. നാലാമത്തെ ചിത്രം, ദ തേഴ്സ്റ്റി റൂട്ട്സ് ഓഫ് പാഡി were searching for water. The raindrop was drawn into the roots. അപ്പോൾ ദാഹിക്കുന്ന വേരുകൾ, നെല്ലിൻ്റെ ദാഹിക്കുന്ന വേരുകൾ വെള്ളം തപ്പുമായിരുന്നു. അങ്ങനെ ആ മഴത്തുള്ളി ആ റൂട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. അതാണ് ആ ചിത്രം കേട്ടോ. അടുത്തത് അഞ്ചാമത്തെ ചിത്രം, ദ റെയിൻഡ്രോപ്പ് ലാൻഡഡ് ഓൺ ദ കാറ്റ് വിത്ത് സോഫ്റ്റ് സ്പ്ലാറ്റ്. ഇറ്റ് ഷുക്ക് ഇറ്റ്സ് ഫർ ആംഗ്രിലി. അപ്പോൾ ആ മഴത്തുള്ളി ആ പൂച്ചയുടെ മേലെ സോഫ്റ്റ് ആയിട്ട് പോയി വീണു, പക്ഷെ ദേഷ്യം കൊണ്ട് പൂച്ച അത് കുടഞ്ഞു. ആറാമത്തെ,
Each straw was pushed out of the cloud, down and down. They were falling together. They laughed and shouted, "We, oh what fun!" അപ്പോൾ ക്ലൗഡിൽ നിന്ന് ആ മേഘം പുഷ് ചെയ്ത് പുറത്തേക്ക് വിടുകയാണ്. എന്തിനെ? മഴത്തുള്ളീനെ പുഷ് ഡൗൺ ചെയ്ത് വിടുകയാണ് താഴോട്ട്. അവർ ലോഫ് ചെയ്തു, ഷൗട്ട് ചെയ്തു, അവർ അത് ആസ്വദിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് താഴത്തെ ബോക്സ് ഒന്ന് ഫില്ല് ചെയ്യണം. 6, 3, 5, 4, 2, 1 ഈ രീതിയിൽ വേണം ഇത് ഫില്ല് ചെയ്യാൻ കേട്ടോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് ഓർഡർ. ഈ ഓർഡറിൽ വേണം നമ്മളിത് ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.